കുന്നുപോലെ ധനമുണ്ടെന്നാകിലും ഇന്ദ്രനു സമമായി വാഴുകെന്നാകിലും ഒന്നു മുരിയാടാതിടകിട്ടാവന്നായമവടൻ നാരായണ ജയ. സത്യകിയും അശ്വത്ഥാമാവുമായിട്ട് യുദ്ധം തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഘടോത്കചൻ മുമ്പിൽ വന്ന് അശ്വത്ഥാമാവിനോട് എതിർക്കുണ്ടായി. രണ്ടുപേരും യുദ്ധത്തിൽ ഘടോത്കചൻ്റെ മാറിൽ ഒരു അസ്ത്രം തറച്ച് ഘടോത്കചൻ പിന്മാറേണ്ടതായിട്ട് വന്നു. ഭീമനും ദുര്യോധനും തമ്മിൽ ഏറ്റുമുട്ടി. ഭീമൻ വില്ലെടുത്താൽ അപ്പോൾ ദുര്യോധനൻ മുറിച്ചളയും. ഭീമൻ വശം കെട്ടു. അവസാനം തമക്ക് പറ്റിയ സാധനം ഗത തന്നെയാണ്. ആ ഗത കൊണ്ടൊരു ഒറ്റയേറ് ദുര്യോധനൻ്റെ തേര് പൊടി. ദുര്യോധനൻ പിന്മാറി. പാണ്ഡവപ്പടയുടെ ഉദ്ദേശം ദ്രോണനെ കൊല്ലുക തന്നെയാണ്. എല്ലാവരും ഒത്തുപിടിക്കുകയാണ്. കർണനും സഹദേവനും തമ്മിൽ എതിർത്തു. കർണൻ സഹദേവനെ നിരായുധനാക്കി തേരൊക്കെ പൊടിച്ചളഞ്ഞു. തറയിൽ നിന്ന് തേരിൻ്റെ കഷ്ണങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് സഹദേവൻ പ്രതിരോധിക്കാൻ നോക്കി. വില്ലിൻ്റെ തല കൊണ്ട് കുത്തിയിട്ട് കർണൻ സഹദേവനെ കളിയാക്കി വിട്ടു. കൊന്നില്ല. എന്താ, കുന്തി ദേവിയോട് ചെയ്ത പ്രതിജ്ഞ കാരണം. അർജുനനെ മാത്രമേ കൊല്ലുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പ്രതിജ്ഞ കാരണം സഹദേവനെ വില്ലിൻ്റെ തലകൊണ്ടൊക്കെ കുത്തി കളിയാക്കി കർണൻ വിട്ടയച്ചു. ഈ സമയത്ത് വിരാട രാജാവ് ദ്രോണനോട് എതിർക്കാനെത്തി. വിരാടനെ ശല്യനാണ് തടഞ്ഞത്. വിരാടൻ്റെ തേരൊക്കെ നശിച്ച് നിരായുധനായിട്ട് നിൽക്കുന്നത് അയാളുടെ അനിയനായ ശതാനികൻ കണ്ടു. അദ്ദേഹം വന്ന് വിരാടനെ തേരിൽ കയറ്റി. അപ്പോൾ ശല്യൻ ശതാനികനായിട്ട് എതിർത്തു. ആ യുദ്ധത്തിൽ ശതാനികൻ്റെ ജീവനും നഷ്ടപ്പെട്ടു. അംബുലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു രാക്ഷസൻ വന്ന് അർജുനനോട് എതിർത്തു. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. അവൻ പെട്ടെന്ന് പിന്മാറേണ്ടതായിട്ട് വരികയും ചെയ്തു. നകുലൻ്റെ പുത്രൻ ദ്രോണനോട് എതിർക്കാൻ വരവ് ദ്രോണാചാര്യനോടെ. പക്ഷെ എത്തേണ്ടി വന്നില്ല. അതിനു മുമ്പ് ചിത്രസേനൻ തടുത്തു. ആ യുദ്ധത്തിൽ നകുലപുത്രൻ ചിത്രസേനനെ തോൽപ്പിച്ച് ചിത്രസേനന് പിന്മാറേണ്ടതായിട്ട് വന്നു. ദ്രുപദൻ ഭീഷ്മനോട് എതിർക്കാൻ എത്തി. അപ്പോൾ കർണപുത്രനായ വൃഷസേനൻ ദ്രുപദനെ തടഞ്ഞു. പ്രതിവിന്ധ്യൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവ് ഒരു ഭാഗത്തിൽ കൂടി പതുക്കെ വന്ന് ദ്രോണനോട് എതിർക്കാൻ നോക്കി. ഇത് കണ്ട ദുശ്ശാസനൻ അയാളെ തടുത്തു. അപ്പോൾ നകുലൻ ദ്രോണനോട് എതിർക്കാൻ വേണ്ടി മുമ്പിലേക്ക് വന്നു. അപ്പോൾ ശകുനി കയറി തടുത്തു. പാണ്ഡവർ ഓരോരുത്തരായിട്ട് ദ്രോണനോട് എതിർക്കാൻ എന്നാണ് മുമ്പിലേക്ക് വരുന്നത്. അതേമാതിരി തന്നെ കൗരവരുടെ പ്രമുഖന്മാരെ അവരെ എതിർക്കണമുണ്ട്. ശകുനിയുടെ ഒരു ശരമേറ്റ് നകുലൻ മോഹാത്സ്യപ്പെട്ടു. മോഹാത്സ്യത്തിൽ നിന്ന് ഉണർന്ന നകുലൻ ശകുനിയുടെ മാറിൽ അമ്പ് തർപ്പിച്ചു. ശകുനി പതുക്കെ പിന്മാറിപ്പോയി. പാഞ്ചാലപുത്രനായ ശിഖണ്ഡി കൗരവ പടയോടെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരുന്നു. അയാളെ ദ്രോണാചാര്യൻ തടഞ്ഞു. അവസാനം കൃപൻ്റെ ഒരു ശരം കൊണ്ട് ശിഖണ്ഡിക്ക് മോഹാത്സ്യം ഉണ്ടായി. കണക്കില്ലാതെ പന്തങ്ങളുടെ പ്രഭാതാരയിൽ പോർക്കളം ഏതാണ്ട് പകല് പോലെ ശോഭിക്കാൻ തുടങ്ങി. ദൃഷ്ടിദ്യുമ്നനാണെങ്കിൽ ദ്രോണനോട് എതിർക്കാനുള്ള തക്കം ബാക്കി നടക്കാണ്. ദൃഷ്ടിദ്യുമ്നനെ മുന്നോട്ട് എത്തിക്കാണ്ടിരിക്കാൻ ദുര്യോധനൻ പഠിച്ച പണി 18 നോക്കണമുണ്ട്. പാണ്ഡവ പട ദൃഷ്ടിദ്യുമ്നൻ്റെ പിന്നാലെ ഉണ്ട്. എങ്ങനെയെങ്കിലും ഈ രാത്രി അവസാനിക്കുന്നതിന് മുമ്പ് ദ്രോണനെ വക വരുത്തണം എന്നാണ് അവരുടെ തീരുമാനം. പക്ഷെ നടക്കണില്ല. അസാധ്യമായ പ്രതിരോധമാണ് ദുര്യോധനൻ തീർത്തിരിക്കുന്നത്. ദ്രോണനെ സഹായിക്കാനായിട്ട് വിട്ടിരുന്ന ദ്രുമസേനൻ എന്ന് പറഞ്ഞ രാജാവിനെ ദൃഷ്ടിദ്യുമ്നൻ്റെ അമ്പുകൊണ്ട് മരിക്കേണ്ടതായിട്ട് വന്നു. കർണപുത്രനായ വൃഷസേനൻ സത്യകയോട് എതിർത്തു. സത്യകയുടെ അമ്പുകൊണ്ട് വൃഷസേനൻ മോഹാത്സ്യപ്പെട്ട് വീണു. തേര് പിന്നിലേക്ക് പോയി. ഈ സമയത്ത് അർജുനൻ്റെ ഗാണ്ഡീപത്തിൻ്റെ ശബ്ദം ഇങ്ങനെ തെരുന്ന് കേൾക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ കർണനൊരു പേടി. കർണൻ ദുര്യോധനെ വിളിച്ചു പറഞ്ഞു, ആചാര്യൻ്റെ മുമ്പിലേക്ക് എത്താൻ അർജുനനെ സമ്മതിക്കരുത്, ഉടനെ തടയണം എന്ന്. ആചാര്യൻ ക്ഷീണിച്ചിരിക്കുന്ന സമയമാണ്, ഉടനെ തടയൂ ദുര്യോധന എന്ന് കർണൻ വിളിച്ചു പറഞ്ഞു. സത്യകി ദ്രോണൻ്റെ മുമ്പിലേക്ക് എത്താണ്ടിരിക്കാൻ വേണ്ടി കർണൻ ഇവിടെ വലിയ പ്രതിരോധം തീർത്തിരിക്കുകയാണ്. അതുകൊണ്ട് കർണന് അങ്ങോട്ട് പോകാൻ നിർത്തിയില്ല.
വളരെയധികം പരിശ്രമിച്ച് ദുഷ്ടദ്യുമ്നൻ ദ്രോണൻ്റെ മുമ്പിലെത്തി. കർണൻ പറഞ്ഞതനുസരിച്ച് ശകുനിയെ അർജുനൻ്റെ മുമ്പിലെത്തിച്ചു ദുര്യോധനൻ. ക്ഷണനേരം കൊണ്ട് ശകുനിയുടെ സൈന്യമൊക്കെ നശിപ്പിച്ചു. ശകുനിയുടെ തേരൊക്കെ നഷ്ടപ്പെട്ടു. അവസാനം ശകുനിയുടെ അനിയനായ ഉല്ലൂകൻ്റെ തേരിൽ കയറി ശകുനി രക്ഷപ്പെട്ടു. അങ്ങനെ കൗരവപ്പടയോട് എതിർത്തിട്ട് ദൃഷ്ടദ്യുമ്നൻ, സത്യകി, അർജുനൻ അസാധ്യമായ യുദ്ധമാണ് കാഴ്ചവെക്കുന്നത്. സമയം അർദ്ധരാത്രി ആയി തുടങ്ങി. കൗരവപ്പടയുടെ നല്ലൊരു ഭാഗം ഇവർ 3 പേരും കൂടി തീർത്തു. ഇത് കണ്ടപ്പോൾ ദുര്യോധനന് മനോവിഷമം. കർണനോട് വന്ന് ആവലാതി പറയാൻ തുടങ്ങി. കർണൻ, നിങ്ങളൊക്കെ കൂടി പറഞ്ഞതുകൊണ്ടാണ് ജയദ്രഥ വധത്തിന് ശേഷം പട നിർത്താണ്ട് ഞാൻ മുന്നോട്ട് പിന്നെയും പോയത്. ഇപ്പം നമുക്കാണ് നാശനഷ്ടങ്ങൾ മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം സംഗതി ആകെ അവതാളത്തിലായിരിക്കുന്നു. നിങ്ങളുടെ 2 പേരുടെയും, കർണൻ്റെയും ദ്രോണാചാര്യൻ്റെയും മുമ്പിൽ വെച്ചിട്ടല്ലേ നമ്മുടെ സൈന്യം ഇങ്ങനെ നാമാവശേഷമായോണ്ടിരിക്കുന്നത്. എന്താ അതിന് ചെയ്യാൻ പോണേ എന്ന് ദുര്യോധനൻ കർണനോട് ആവലാതി പറഞ്ഞു. ഇത് കേട്ട ദ്രോണനും കർണനും ഒരേ മറുപടി തന്നെയാണ് പറഞ്ഞത്. ദുര്യോധന, ഈ ആവലാതി അസ്ഥാനത്താണ്. നന്ദിപൂർവ്വം സ്മരിക്കുന്നതിന് പകരം ഇങ്ങനെ നന്ദിയില്ലായ്മ പറയരുത്. ഞങ്ങളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നത് പോലെയാണ് ദുര്യോധന ഇപ്പോൾ താങ്കൾ സംസാരിക്കണത്. പിന്നെ മറുപടി ഒന്നും പറഞ്ഞില്ല. ഒരു ഭാഗത്ത് ദ്രോണാചാര്യരും ഇനിയൊരു ഭാഗത്ത് കർണനും പാണ്ഡവ പടയുടെ ഉള്ളിലേക്ക് ഇരച്ച് കയറുകയുണ്ടായത്. ഈ ദ്രോണകർണന്മാർ കുറച്ച് സമയം കൊണ്ട് പാണ്ഡവ പടയിൽ നടത്തിയ തേർവാഴ്ച അവർണ്ണനീയം തന്നെയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവർ ശത്രു സൈന്യത്തിൻ്റെ സംഖ്യാബലം ഗണ്യമായിട്ട് കുറയ്ക്കുക തന്നെ ചെയ്തു. ഇത് കണ്ട ഭീമാർജുനന്മാരും ദൃഷ്ടദ്യുമ്നനും സത്യകിയും കൂടിയിട്ട് ദ്രോണകർണന്മാരുടെ മുന്നേറ്റത്തെ ഫലപ്രദമായിട്ട് തടഞ്ഞു നിർത്തി. ദൃഷ്ടദ്യുമ്നൻ തൻ്റെ സകല കഴിവുകളും പുറത്തെടുത്തിട്ടാണ് കർണനോട് ഏറ്റുമുട്ടിയത്. അധിക സമയം വേണ്ടി വന്നില്ല. ദൃഷ്ടദ്യുമ്നൻ്റെ തേരും കുതിരകളെയും കർണൻ നശിപ്പിച്ചു. ഗദ എടുത്ത് ചാടിയ ദൃഷ്ടദ്യുമ്നൻ കർണൻ്റെ തേരും തല്ലി പൊട്ടിച്ചു. കർണന് വേറൊരു തേര് ഉടനെ തന്നെ വന്നു. കർണൻ അതിൽ കയറി വീണ്ടും ശക്തിയായിട്ട് പാണ്ഡവപ്പടയെ മർദ്ദിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ അർജുനൻ കർണനോട് എതിർക്കാൻ മുമ്പിലേക്ക് വന്നു. അപ്പോൾ ഭഗവാൻ തടഞ്ഞു. വേണ്ട അർജുന, കർണനോട് എതിർക്കേണ്ട സമയമായിട്ടില്ല. സത്യകിയോ ദൃഷ്ടദ്യുമ്നനോ എതിർക്കട്ടെ എന്നും പറഞ്ഞ് ഭഗവാൻ കർണൻ്റെ മുമ്പിലേക്ക് തേര് കൊണ്ടുപോകാതെ അർജുനനും കർണനും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കി. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.